നമസ്കാരം. കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഡിസംബർ 30. ഏകദേശം 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ ദിവസം ചരിത്ര പ്രാധാന്യമായ ഒരു കാര്യം ഭാരതത്തിൻ്റെ കിഴക്കൻ ബേ ഓഫ് ബംഗാളിൽ ഉൾപ്പെട്ട ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ പോർട്ട് ബ്ലെയറിൽ അന്ന് അരങ്ങേറിയിരുന്നു. ഒരുപക്ഷെ എത്ര ഭാരതീയർക്ക് ഈ ഒരു ചരിത്ര സത്യം അറിയാം എന്നുള്ള കാര്യം ഇന്നും അജ്ഞാതമാണ്. പക്ഷേ ഓരോ ഭാരതീയനും തീർച്ചയായിട്ടും അറിയേണ്ട ഒരു ചരിത്രം അവിടെ ഉണ്ട്. അതെന്താണ് ആ ചരിത്രം എന്നുള്ളത് നമുക്ക് അതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ആളിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്നോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിൽ ചേരുന്നത് ശ്രീപ്രകാശ്. അതെ, SN ശ്രീപ്രകാശ്. അദ്ദേഹം വലിയൊരു ചിത്രകാരനാണ്. മാത്രമല്ല ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞ ഒരാളെന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ ഒട്ടനവധി വർഷങ്ങൾ അവിടെ ജോലി ചെയ്യുകയും അതിനെ ആ ദ്വീപ് സമൂഹങ്ങളെ അടുത്തറിയാൻ ശ്രമിക്കുകയും അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങളെ ലോകത്തിന് അറിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ചില ചരിത്രം കൂടി അതിനോടൊപ്പം ചേർന്ന് വരികയാണ്. നമുക്ക് പ്രത്യേകിച്ചും ഈ ദിവസം ഡിസംബർ 30 ഒരു ഭാരതീയനും വിസ്മരിക്കാൻ പാടില്ലാത്ത ദിവസമാണ്. നമ്മളൊക്കെ അഭിമാനമായി കരുതുന്ന നമ്മുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തപ്പെട്ട ദിവസം 1943 ഡിസംബർ 30 അത് പോർട്ട് ബ്ലെയറിലാണല്ലേ. അതിന് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഞാനിപ്പോൾ ആമുഖമായി പറഞ്ഞ ഒരു ഭാരതത്തിൻ്റെ ഒരു വലിയ ചരിത്രം, ഓരോ ഭാരതീയനും അറിയേണ്ട ചരിത്രം, പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ അറിയപ്പെടാതെ പോയ ചരിത്രം കൂടിയായി മാറുകയാണത്. ഇപ്പോഴും മറ്റ് പലരുമാണ്. ഇപ്പോൾ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഡൽഹിയിലാണ് ഈ ത്രിവർണ്ണ പതാക ഉയർത്തി എന്നൊക്കെയാണ് ചരിത്രം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ? അതിനും 5 വർഷം മുമ്പ് അല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947. അത് കറക്റ്റ് ആയിട്ടുള്ള ഇത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം 29 ഡിസംബറിന് ആൻഡമാൻസിൽ വരുന്നു. ജാപ്പനീസുമായിട്ടായിരുന്നു അവരുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് ഡിസംബർ 30 അദ്ദേഹം പോർട്ട് ബ്ലെയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ ഈ പഴയൊരു ആൻഡമാൻ ക്ലബ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അതിന് മുമ്പിൽ ഒരു ജിംഖാന ഗ്രൗണ്ട്. അവിടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. ഇപ്പോഴും പോർട്ട് ബ്ലെയർ എന്ന് പറയുന്നത് ശ്രീവിജയപുരം എന്നാണ് ഇപ്പോഴത്തെ. ശരിക്കും അതാണോ നമ്മൾ ആദ്യമായി ത്രിവർണ്ണ പതാക വാനിൽ ഉയരുന്ന സന്ദർഭം? തീർച്ചയായിട്ടും. അതിനെ ഓർമ്മപ്പെടുത്താനായിട്ട് 2018 നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദി സാർ അദ്ദേഹം വന്നിട്ട്, നരേന്ദ്രമോദി സാർ വന്നിട്ട് അത് അവിടെ വളരെ വലിയൊരു ഹ്യൂജ് ഒരു ട്രൈ കളർ he hoisted there. That was in 2018. അതേ ദിവസം ഡിസംബർ 30 തന്നെ. അപ്പോൾ അതിനു മുൻപ് തന്നെ നമ്മൾ അവിടെ ഈ കഴിഞ്ഞ ഒരു 10-39 വർഷമായിട്ട് ആൻഡമാനിൽ ജീവിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അവിടുത്തെ പല കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടായതുകൊണ്ടും അവിടെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് വളരെയേറെ കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഈ ഒരു പോയിന്റ്. ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടേണ്ട, ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയേണ്ടുന്ന ഈ ഒരു ചരിത്ര മുഹൂർത്തം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അതിന് പരിമിതികളുണ്ട്. ഞാൻ പിന്നെ പുസ്തകങ്ങൾ എഴുതി, ഒരു പുസ്തകം ഇറക്കി, മീ ആൻഡ് മൈ പാരറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി. പിന്നീട് ഞാൻ കരുതി ഇത് ഇങ്ങനെ ആയാലും പറ്റത്തില്ല. അല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. അന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ചരിത്രം ബോധപൂർവം നമ്മൾ കുഴിച്ചു മൂടിയത്? അതിന് ബോധപൂർവം എന്ന് പറയാനോ അതെനിക്കറിയില്ല. പക്ഷെ അത് കൂടുതലും ഹൈഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് പരമാർത്ഥമാണ്. കാരണം ആൻഡമാൻസിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ഇയർ ഡിസംബർ 30th used to be celebrated as the first tricolor hoisted in that holy land of Andamans. വളരെ അന്തസ്സോടെ എല്ലാവരും പറയുമായിരുന്നു, ഇവിടെയാണ് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക ഉയർന്നത്, അഭിമാനത്തോടെ പറയുമായിരുന്നു. പക്ഷെ പലപ്പോഴും എന്തോ അത് പുറത്തു വന്നില്ല. ഒരുപക്ഷെ ചരിത്രകാരന്മാർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷെ എന്താ തന്നെ നോർമൽ പബ്ലിക്കിന് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇല്ല, ഈ പറയുന്ന നമ്മുടെയൊക്കെ പാഠപുസ്തകങ്ങളിൽ പോലും ഇതിനൊരു പരാമർശം ഇല്ലാതായി പോയി എന്നുള്ളതാണ് സത്യം. ഞാൻ ഇതുപോലെ ആറ്റിങ്ങലിൽ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് 2022 ഞങ്ങൾ അവിടെ ഒരു രാഷ്ട്രചേതനാ ദിനം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോയിന്റിനെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അതിനകത്തുള്ള എൻ്റെ ഒരു പഴയ സിനിമയുടെ കുറച്ച് ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ സെല്ലാർ ജയിലിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കാലാപാനി എന്ന് പറയുന്ന കാലാപാനി എന്നുള്ള പേര് കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഒരു രീതിയിൽ
കുറേ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് മൗനത്തിൻ്റെ നിലവിളി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ചെയ്ത ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഒത്തുകൂടി. എന്നിട്ട് രാഷ്ട്രചേതന ദിനം എന്നതിന് പേര് കൊടുത്തു. എന്നിട്ട് ഞങ്ങളോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു, എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, വരുന്ന തലമുറയെങ്കിലും അറിയണ്ടേ, ഈ ചരിത്രത്തെക്കുറിച്ച് അറിയണമല്ലോ. അപ്പോൾ പറഞ്ഞു നമുക്ക് ഓരോ വർഷം ഇങ്ങനെ കൂടാം എന്ന് കരുതി. പക്ഷെ എന്നിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ കരുതി ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല, എന്തെങ്കിലും കാര്യമായിട്ട് ആൾക്കാരിലെത്തിക്കുക, എന്തെങ്കിലും വഴി കണ്ടെത്തണം. അങ്ങനെ എൻ്റെ പെൻഷൻ എമൗണ്ടിൽ നിന്നാണ് എൻ്റെ ആ ഒരു വർക്ക് ഞാൻ ചെയ്തെടുത്തത്. പ്രഹ്ലാദ് തിരങ്ക, ആദ്യത്തെ ത്രിവർണ്ണ പതാക. അപ്പോൾ അതിൻ്റെ ഈ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ടു ബ്രിങ് ഔട്ട് ദി ഹിസ്റ്റോറിക്കൽ മൊമെന്റ്. അതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ളൊരു വിഷൻ. അതാണ് ശരിക്കും ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എയ്ഡോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒന്നും കിട്ടിയില്ല. നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്ത് 12 ദിവസത്തെ ഷൂട്ടായിരുന്നു. അയ്യപ്പൻ എന്നു പറയുന്ന എൻ്റെ സിനിമാറ്റോഗ്രാഫർ, എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മ്യൂസിക് ചെയ്തത് രാമവർമ്മ തമ്പുരാനാണ്, കിളിമാനൂർ പാലസ്. പാടിയിരിക്കുന്നത് എൻ്റെ മരുമകൻ കൂടിയാണ് അദ്ദേഹം, മേജർ രാജ് പ്രസാദ്. പിന്നെ സരിത രാജീവാണ് എൻ്റെ സ്റ്റുഡിയോയിലാണ് എൻ്റെ സംഗീതത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തത്. അങ്ങനെ അത് അങ്ങ് നടന്നു. കുറേ പേര് കണ്ടു. കഴിഞ്ഞ വർഷം ഇതേപോലെ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു സന്ധ്യയ്ക്ക് നമ്മുടെ മേജർ രവി അദ്ദേഹമാണ് അത് റിലീസ് ചെയ്തത്, കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. എന്നിട്ട് 30th ഞങ്ങളത് യൂട്യൂബിൽ അത് റിലീസ് ചെയ്തു. അത് എങ്ങനെയെങ്കിലും എത്തിക്കണ്ടേ ആൾക്കാരിൽ, എത്തിക്കാൻ വേറെ വഴികളില്ലല്ലോ, അങ്ങനെയാണത് ചെയ്തത്. ശരിക്കും നമ്മളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയൊരു അധ്യായം നിൽക്കുന്നത് ഈ പറഞ്ഞ ദ്വീപ് സമൂഹങ്ങളിലാണ്. ശരിക്കും കണ്ണീരിന്റെയും സഹനത്തിന്റെയും ഒക്കെ വലിയ ചരിത്രമാണ് അവിടെ ഉറങ്ങിക്കിടക്കുന്നത്. ഒരുപക്ഷെ മലയാളികൾ അത് ഏറെ അനുഭവിച്ചത് പ്രിയദർശന്റെ കാലാപാനി എന്ന ഒരു തിരഭാഷ്യത്തിലൂടെയാണ്, ടി ദാമോദരന്റെ സ്ക്രിപ്റ്റ്. അതെ. അപ്പോൾ ഒരുപക്ഷെ അന്ന് ആദ്യമായിട്ടാണ് മലയാളികൾ ഇതിനെ അടുത്തറിയാൻ ശ്രമിക്കുന്നത്. എന്താണ് കാലാപാനിയിലെ സെല്ലുലാർ ജയിൽ എന്താണ്, അവിടെ കൊണ്ടുപോകുന്ന ഈ തടവറയിൽ പാർപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാർ നേരിടുന്ന യാതനകൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതിന്റെ ഒരു നേർചിത്രം കൂടിയായിരുന്നു ആ സിനിമ. വലിയ ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം. അതിനുമപ്പുറം താങ്കൾ കണ്ടറിഞ്ഞ ഒരു കാലാപാനി എന്താണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് സെല്ലുലാർ ജയിൽ എന്ന് പറയുന്ന ആ ഒരു അവിടെ കയറുന്ന സമയത്ത് നമ്മളൊരു ദേവാലയത്തിൽ കയറുന്ന അത്ര ഒരു പ്രാർത്ഥനയോടെ വേണം കയറാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒത്തിരി പേര് ഒത്തിരി യാതനകൾ അനുഭവിച്ച, ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ തടവറയിൽ സ്വന്തം തടവറ നിർമ്മിച്ച തടവുകാർ, അതാണ് സത്യം എന്ന് പറയുന്നത്. അന്ന് ബ്രിട്ടീഷുകാർക്ക് ഭാരതത്തിന്റെ അതായത് യഥാർത്ഥ മണ്ണിൽ വെച്ച് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ദ്വീപ് സമൂഹം കണ്ടെത്തുകയും അവിടെ ഒരു സെല്ലുലാർ ജയിൽ ഉണ്ടാക്കുകയും അവിടേക്ക് ഇവരെ കൊണ്ടുപോവുകയും കപ്പലുകളിൽ ദിവസങ്ങളോളം യാത്ര ചെയ്ത് അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയൊക്കെ ചെയ്ത ആ കാലം, അതൊരു വല്ലാത്ത കാലമാണല്ലേ. അവിടുത്തെ ഇന്നും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഇതിന്റെ ഒരു വൈബ്രേഷൻസ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സെല്ലുലാർ ജയിലിന്റെ ആ ഒരു ചുവന്ന കട്ടകൾ എന്ന് പറയുന്നത് നമുക്ക് തോന്നും ഇത് അവരുടെ രക്തം അതിനകത്തുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഓരോ സെല്ലുകളും ഇതുപോലാണ്, ഭയങ്കര ശരിക്കും കെട്ടി അടച്ച മുറികളാണ്, ബുദ്ധിമുട്ടാണ് അതിനകത്ത്. പിന്നെ അതിൻ്റെ കൂടെ ഇവരുടെ ടോർച്ചറിങ്, ഏറ്റവും ഭീകരമായിട്ടുള്ള ടോർച്ചറിങ്. പിന്നെ അവരെ ഈ ഒത്തിരി ചെയിൻസ് ഒക്കെ ഇട്ടിട്ടാണ്, കാലിലും കയ്യിലും എല്ലായിടത്തും ചെയിനുകളൊക്കെ ഇട്ടിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഭയങ്കര ഭീകരമായ എന്തോന്നു, അത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പാടാണത്. പിന്നെ എൻ്റെ ഈ പ്രഹ്ലാദ് തിരങ്കയ്ക്കകത്ത് ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഇതുപോലെ പിന്നെ കയ്യിലടിക്കുന്നതും വെള്ളം ഇങ്ങനെ കാണിച്ചു കൊടുക്കും, കുടിക്കാൻ പിടിക്കുമ്പോഴത്തേക്ക് വെള്ളം എടുത്ത് കളയുന്നു, കയ്യിലിങ്ങനെ അടിക്കുന്നു, അങ്ങനെ കുറേ സീൻസ് ഞാൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് വളരെ ഒത്തിരി വേദനകൾ അനുഭവിച്ച, ഒത്തിരി പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച സ്ഥലമാണ് കാലാപാനി. ഇപ്പോൾ താങ്കളുടെ ഈ പ്രഹ്ലാദ് തിരങ്ക എന്നുള്ള ഒരു സൃഷ്ടി മാറ്റി നിർത്തി താങ്കളുടെ ചിത്രരചന ഇതിലേക്ക് വന്നാലും അതിലൊക്കെ നിറഞ്ഞു കാണുന്ന ഒരു വിഷയം ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ് ഈ ആൻഡമാൻ ഒരു വലിയ വിഷയമാക്കിയത്? ഒന്നാമത്തെ കാര്യം, അവിടെ വരയ്ക്കാനവിടെ പോയി, അവിടെ പിന്നെ ടീച്ചറായി, കണക്കിൻ്റെ വാദ്യാരായി. പിന്നെ ഉള്ള സമയം ഒന്നാമത്തെ കാര്യം വളരെ എന്തായാലും പറയുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളല്ലേ, നമുക്ക് നമ്മളോട് തന്നെ കൂടുതൽ സംവേദിക്കാനുള്ള സമയം കിട്ടും. പിന്നെ ചിത്രകല എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? അറൗണ്ട് 39 years ഞാനവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 37 years ഞാൻ അവിടെ സർവീസ് ചെയ്തു ആസ് എ സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ആൻഡ് ബിഫോർ ദാറ്റ് ഐ വാസ് എ സീനിയർ ടീച്ചർ ഇൻ മാത്തമാറ്റിക്സ്. അങ്ങനെ കുറച്ച് വർക്ക് ചെയ്തു. പിന്നീട് ചിത്രങ്ങളിലോട്ട് മാത്രം കടന്നു.
ചിത്രങ്ങൾ എത്ര വരച്ചാലും കൊതി തീരാത്ത സ്ഥലമാണ് അവിടെ. അല്ല, ഈ 39 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല അല്ലെ, അല്ല. നമ്മുടെ ഒരു മനുഷ്യായുസിന്റെ ഒരു വലിയ ഭാഗമാണ്. അപ്പൊ ആ ഒരു വലിയ ഭാഗത്തിൽ ഈ ദ്വീപ് സമൂഹങ്ങളെ മൊത്തം നടന്ന് കാണാനും അവിടുത്തെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ ഏതാണ്ട് ഒരു 75%. പിന്നെ കാട്ടിയാധികാരി അവരെ കണ്ടു, പിന്നെ ജർവാസിനെ കണ്ടിട്ടുണ്ട്, പിന്നെ നിക്കോബാർ എന്ന് പറയുന്ന ആ ഐലൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ, പിന്നെ ഷോമൻസ്, അങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടു, പിന്നെ ഓങ്കീസ്, അങ്ങനെ കുറച്ച് ട്രൈബ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരെ കണ്ടു. അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ എൻ്റെ ചിത്രത്തിൽ, ഞാൻ എൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. പിന്നെ സുനാമി വന്നു. സുനാമിയാണ് ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് തകർത്തത്. 2004 ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം സുനാമിയുടെ സമയമാണ്. അതെ. സുനാമി കഴിഞ്ഞ ഒരു സമയമാണ്. അത് വല്ലാത്തൊരു സംഭവമായിരുന്നു. കാരണം അവിടെ ഞാനൊരു ചർച്ചിനകത്ത് കുറെ ചിത്രങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒരു കത്തീഡ്രൽ. ആ സമയത്ത് താങ്കൾ അവിടെ ഉണ്ടോ? ഈ സുനാമി സുനാമി സമയത്ത് ഞാൻ പോർട്ട് ബ്ലെയറിലാണ്, കാർണിക്കോബാറിലല്ല. പക്ഷെ കാർണിക്കോബാറിൽ ഞാൻ വരച്ച ആ പള്ളിയും പോർട്ട് ബ്ലെയറിനെ പക്ഷെ അന്ന് വലിയതായിട്ട് ബാധിച്ചില്ല എന്ന് തോന്നുന്നു. ബാധിച്ചു. കുറേയേറെ ഷിഷോർ ഏരിയാസ് എല്ലാം ബാധിച്ചില്ല. ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റ് പോലും ക്രാക്ക് ആയല്ലോ. ആണല്ലേ? ഓടി ഇറങ്ങുമായിരുന്നു. എങ്ങനെയായിരുന്നു ആ രംഗം ഓർമ്മിച്ചെടുക്കുമ്പോൾ അതിന്റെ ഒരു ഭീകരത എങ്ങനെയാണ്? എൻ്റെ ഭീകരത എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? ഒന്നാമത്തെ കാര്യം, ഞാനന്ന് ഗവൺമെന്റ് എംപ്ലോയി ആണ്. പിന്നെ എനിക്ക് ഒത്തിരി ഇതിന്റെ റീഹാബിലിറ്റേഷൻ വർക്ക്, അതേപോലെ തന്നെ ഈ വരുന്നവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട ആഹാരം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ ജോലികളുണ്ടായിരുന്നു. 24 മണിക്കൂറും ജോലിയായിരുന്നു. പിന്നെ അക്കൗണ്ട്സ് സെക്ഷനിലായിരുന്നു ഞാൻ കൂടുതൽ. അതിന്റെ ഫണ്ട് ഡീൽ ചെയ്യുന്ന ജോലികൾ, അതിന്റെ കണക്കുകൾ സൂക്ഷിക്കുക, അതിന്റെ കുറേ ജോലികളുണ്ടായിരുന്നു. നിരന്തരമായിട്ട് വിശ്രമമില്ലാത്ത വർക്കായിരുന്നു. പിന്നെ ഏറ്റവും ഇതെന്ന് പറയുന്നത്, ഞാൻ ആ സമയത്ത് നിക്കോബാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ ക്രിസ്ത്യാനികളാണ്. പിന്നെ ഞാൻ അന്നേരം ആലോചിക്കായിരുന്നു, ഈ ഡിപ്പാർട്ടർ സോൾസിന് വേണ്ടിയിട്ട് ഒരു മെഴുകുതിരി പോലും കത്തി ചെയ്യാൻ അവർക്ക് സ്ഥലമില്ല. അപ്പോൾ ഞാനിങ്ങനെ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ഥലവും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ ഈ അലറി വരുന്ന തിരമാലകൾ ഞാനൊരു മെഴുകുതിരി കത്തിച്ചോട്ടെ. കാൻഡിൽ സോൺ വേവ്സ്, ദർ ഇസ് നോ അതർ പ്ലേസ് ടു ലൈറ്റ് എ കാൻഡിൽ ഫോർ ദാറ്റ് ഡിപ്പാർട്ടർ സോൾസ്. അപ്പോൾ അങ്ങനെ ഒരു മെഴുകുതിരി ഞാൻ കത്തിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അത് വെച്ചിട്ട് പെയിൻറ്റിങ് ചെയ്തു. അറൗണ്ട് 6 പെയിൻറ്റിങ്സ് വേർ ദർ ഇൻ ദറ്റ് സീരീസ്. അത് എക്സിബിറ്റ് ചെയ്തു നമ്മുടെ ലിറിക്കൽ അക്കാഡമിയിൽ, കൊച്ചിയിൽ. പിന്നീട് എന്നിട്ടും എൻ്റെ ഒരു മാനസികമായിട്ട് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കി, ഈ സ്ഥലങ്ങളുടെ ഈ തകർച്ചയും വിട്ടുപോയ കുറേ കൂട്ടുകാരും എല്ലാം കൂടെ. അങ്ങനെ പിന്നെ കുറേ ബുദ്ധിമുട്ടായപ്പോൾ എൻ്റെ വൈഫ്, എൻ്റെ കൂട്ടുകാരി എന്ന് ഞാൻ അവളെ പറയാറ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ എഴുതി കഴിയുമ്പോൾ കുറച്ച് സമാധാനവും മാനസികമായിട്ട് ഒരു ഇത് കിട്ടും, റിലീഫ് കിട്ടും. സോ അങ്ങനെ ഞാൻ പുസ്തകം എഴുതി, കാൻഡിൽസ് ഓൺ വേവ്സ്. അത് റിലീസ് ചെയ്തു. 2017 വൈശാഖ് സാറായിരുന്നു ചെയ്തത്. കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, റഫീഖ് സാറ്, അങ്ങനെ കുറേ കക്ഷികളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അത് റിലീസ് ചെയ്തു. മേ ബി ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഫിലിം വിത്തിൻ 1 or 2 years. ഐ എം ട്രൈങ് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതൊരു ഒരു വേദനയാണ് ആക്ച്വലി സുനാമി എന്ന് പറയുന്നത്. കുറച്ച് സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു. അത് സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും. അല്ല, അവിടെ ഒരു അലാമിങ് സിറ്റുവേഷൻ ഒക്കെ കിട്ടിയായിരുന്നു നിങ്ങൾക്ക്? ഈ നിക്കോബാറിൽ അടിച്ചതിന് ശേഷം, ഞങ്ങളുടെ ഈ ഭൂമിയിലൊക്കെ നടന്നതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ അടിക്കുന്നത്. പോബ്ലറിന്റെ ആ ഏരിയയിലോ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അടിച്ചു. എന്നിട്ട് റോസൽ എന്ന് പറയുന്ന ഐലൻഡ് ഉണ്ടായിരുന്നു, അത് തടുത്തു നിർത്തി ഈ ഭീകരമായിട്ടുള്ള തിരമാല. അല്ലെന്നുണ്ടെങ്കിൽ പോബ്ലർ വാഷൗട്ടായാലും ഭീകരമായിട്ട് നശിച്ചാണ്. കാരണം അവിടെ പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു മറീന പാർക്ക് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അവിടെ കുറേ ബോട്ടും എല്ലായിട്ട് ടൂറിസ്റ്റ് ബോട്ടുകളും എല്ലാം ഉണ്ടല്ലോ. അതെല്ലാം ഈ തിര അടിച്ച് പൊക്കിയെടുത്ത് ജിങ്ഹാനഗരം ഉണ്ടെന്ന് പറയുന്നത് അത്രയും ദൂരെ വരെ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ യു ക്യാൻ ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്, അങ്ങനെ എത്രമാത്രം ശക്തമായിരുന്നു ആ തിരമാല എന്നുള്ളത്. സുനാമിയെക്കുറിച്ച് ഒത്തിരി ഉണ്ട് പറയാൻ. അല്ല, ഇപ്പൊ ഇതൊക്കെ മാറി നിന്ന് കാണുമ്പോഴും ഇപ്പൊ കേരളത്തിൽ ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു പ്രകൃതി ദുരന്തം കേരളത്തിലുണ്ടായി. അപ്പൊ ഇതൊക്കെ താങ്കളുടെ ഒരു സബ്ജക്റ്റ് ആക്കി മാറ്റാത്തത് എന്താ? വരയിലും മറ്റു അതിനെക്കുറിച്ച് ഞാൻ വരച്ചിരുന്നു. എന്തായിരുന്നു, രാജമല എന്നും കണ്ടല്ലായിരുന്നു അതിൻ്റെ. അപ്പോൾ അന്നേരം ഒരു ആന വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ആനയെ വരച്ചു. വളരെയേറെ എന്തായാലും നമുക്ക് ഈ അധികം ആൾക്കാരില്ലല്ലോ, നമുക്ക് ഈ അധികം ആൾക്കാരില്ല കൂടിയിരുന്ന് സംസാരിക്കാനോ അങ്ങനെയുള്ള ഒരു സ്ഥലമല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ ആനയൊക്കെ വരച്ചു. കുറേ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്വയം ഉള്ള ഒരു ഇതാണ്, നമ്മൾ തനിയാണ് സംവേദിക്കുന്നത്, വേറെ ആരും ഇല്ലാത്തത് കൊണ്ട്. പിന്നെ രാജമലയെക്കുറിച്ച് ഒരു പെയിൻറ്റിങ് ചെയ്തിരുന്നു. എന്തായാലും മണ്ണെല്ലാം കയറിപ്പോയ ഒരു കലം. ചോറിന് പകരം മണ്ണ് മാത്രമേ ഉള്ളൂ ആഹരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്തു. അങ്ങനെയാണ് ഒരു പോക്ക്.
ഇനിയിപ്പോ എന്താ ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് സിനിമയുടെ കാര്യം പറഞ്ഞു. പിന്നെ അല്ലാതെ മൈക്രോ മൂവീസ് ഒന്നും ഇനി ചെയ്യത്തില്ല, അന്ന് 2-3 ചെയ്തു കഴിഞ്ഞു. ഇപ്പം വലിയ സിനിമയിലേക്ക് കടക്കണം. പിന്നെ ചിത്രകാരൻ എന്നുള്ള നിലയിൽ നോക്കാനാണെങ്കിൽ എനിക്കൊരു ഭയങ്കര ആഗ്രഹമുള്ളൊരു മഹാഭാരതം വരയ്ക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് മിക്കവാറും ഒരു 3 yearsന്റെ ഒരു പ്രോജക്റ്റ് ആയിരിക്കും. മോസ്റ്റ്ലി ഇറ്റ് സ്റ്റാർട്ടഡ്. നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു വേൾഡ് എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. AI എന്ന് പറയും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ താങ്കള് സ്വാഭാവികമായ ചിത്രകലയിലൂടെ കടന്നു വന്ന ആളാണ്. ഇപ്പോൾ AI പെർഫെക്ഷൻ തരുന്നുണ്ട്, ഒത്തിരിയും പെർഫെക്ഷൻ തരുന്നുണ്ട്. നമ്മുടെ പ്രോംപ്റ്റിനനുസരിച്ചുള്ള നമ്മുടെ മനസ്സിന്റെ ഭാവനകളെ അതേപടി നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിന്റെ ഒരു പടി മുകളിലാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു AI ടെക്നോളജി എങ്ങനെ കാണുന്നു? ശരിക്കും ഇത് ഒരു താങ്കളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഒരു വെല്ലുവിളിയാണോ? അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പൊ എൻ്റെ മരുമകൻ മേജർ രാജ് പ്രസാദ്, അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അദ്ദേഹത്തിന് കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിയിരുന്നു റീസെന്റ്. എന്താണ് ഈ ഓരോന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പലയിടത്തത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ ചിത്രകലയെ സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലാത്തിനെ സംബന്ധിച്ച് ഇപ്പം താങ്കളോ ഞാനോ വേണ്ട, നമ്മളുടെ കൂട്ട് രണ്ടുപേരും സുഖമായിട്ട് ഈ സെയിം സാധനം പറയും. അതാണല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇപ്പം നോക്ക് 65 I am going to cross. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വന്നവരാണ്. ഞാനത് ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ താങ്കൾ ഒരു ചിത്രം രചിക്കാനിരിക്കുകയാണ്. ഇപ്പൊ ആദ്യം അതിന്റെ സ്കെച്ച് ഇടുന്നു, അത് കഴിഞ്ഞ് അതിന്റെ ബാക്കി ഫില്ലിങ്സ് വരുന്നു, ഷാഡോ കൊടുക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പം അത് ഈ പറയുന്ന ഓരോ ഘട്ടവും നമുക്ക് ഒരു ഭയങ്കര എന്താ പറയാ, നമുക്കൊരു ആത്മസംതൃപ്തി നൽകുകയാണ്. ഇത്രയും ചെയ്യുന്ന സാധനമാണ് ഒരു ഒറ്റ പ്രോംപ്റ്റിൽ, ഒരു പാരാഗ്രാഫ് പ്രോംപ്റ്റിൽ ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഈ AI തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ആളുകളുമായിട്ട് ഇതുപോലുള്ള കലാകാരന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ക്രിയേറ്റിവിറ്റി ഇനിയുള്ള കാലത്ത് എന്താണെന്ന് കണ്ടറിയേണ്ടി വരും എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഒരു പേപ്പർ എനിക്ക് തരാന്നുണ്ടെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഡു സം സ്കെച്ച്, ഐ മീൻ ഇൻ ദ ക്യാമറ, ഐ മീൻ ബിഫോർ ദ ക്യാമറ ഇറ്റ് സെൽഫ്. ഒരു AIക്ക് അത് ചെയ്യാനൊക്കില്ല. ഐ മീൻ ഫിംഗേഴ്സ് വെച്ചിട്ട് ഒരു പക്ഷേ പറ്റിയേക്കും ഇൻ ഫ്യൂച്ചർ മേ ബി. പക്ഷെ അതൊക്കെ ശാസ്ത്രമല്ലേ, അതൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് തന്നെ വരേണ്ട, അത് കാലഘട്ടത്തിന്റെ ചേഞ്ചസ് ആണ്. അത് വരും വരികയും ചെയ്യും, വന്നിട്ട് പോകുകയും ചെയ്യും. കാരണം ഈ മാനുവൽ ആയിട്ടുള്ള ചില കാര്യങ്ങളില്ലേ, അത് മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറയാം, വാട്ടർ കളർ വാഷസ് എന്ന് പറയുന്നൊരു സാധനം ചെയ്യുന്നുണ്ട്. ഐ മീൻ വാട്ടർ കളർ വാഷസ് എന്ന് പറയുമ്പോൾ പെയിന്റിങ് ചെയ്യുന്നു, വാട്ടർ കളർ ചെയ്യുന്നു, വരച്ചിട്ട് വീണ്ടും വെള്ളത്തിലിടുന്നു, വീണ്ടും പേപ്പർ എടുക്കുന്നു, വീണ്ടും വരയ്ക്കുന്നു. പണ്ട് കാലത്ത് അഭിനീന്ദ്രനാഥ് ടാഗോർ അതേപോലുള്ള ആൾക്കാരൊക്കെ ചെയ്തിരുന്ന സംഭവമാണ്. ഈ പേപ്പറിന്റെ അതിന്റെ ഇടയ്ക്കോട്ട് ഗ്രെയിൻസിലോട്ട് ഈ കളേഴ്സ് കയറുവാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യാനൊക്കെ, കാരണം അത് പുറത്ത് കാണുന്നതാണ് കാണിക്കുന്നത്, അതിനകത്തുണ്ട് ഒത്തിരി ലേയേഴ്സ് ഉണ്ട്. ഇപ്പം രാജാരവിവർമ്മയുടെ പെയിന്റിങ് തന്നെ മുകളിൽ നിന്നുള്ളതിലേ കാണിക്കാൻ വെക്കും. പക്ഷെ എൻ്റെ ഒറിജിനൽ പെയിന്റിങ് അതിന്റെ മുകളിൽ ഒത്തിരി ലേയേഴ്സിന്റെ മുകളിലാണ് ഈ ഒരു സാധനം കിടക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ട്രാൻസ്പെറൻസി, അതിൻ്റെതായിട്ടുള്ള തിക്നെസ്, ഇതൊന്നും ആ ഒരു പുതിയൊരു പ്രിന്റിനകത്ത് അത് വരുന്നില്ലല്ലോ. ഞാൻ എന്നെ മോശമായിട്ട് പറയില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നേ പറ്റൂ, എല്ലാ ചേഞ്ചസ് എല്ലാം വന്നേ പറ്റൂ. നമ്മളതിനെ എല്ലാത്തിനും പൂർണ്ണമായ സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്യുകയും വേണം. ആനിമേഷൻ വന്നില്ലേ, ഗ്രാഫിക്സ് വന്നില്ലേ, അല്ല ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും വെല്ലുവിളി ആയിരിക്കണം. ആകട്ടെ കുട്ടികളെ പുതിയ ആൾക്കാർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല, ടൈം കുറച്ചുകൂടെ കൺസ്യൂമിങ് പെട്ടെന്ന് കാര്യങ്ങൾ. അല്ല, ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മാനുവലായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ, ഒരു ചിത്രകാരൻ ഒരു ചിത്രം ചെയ്യുമ്പോൾ അയാൾ ആസ്വദിക്കുന്ന, അയാൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്, ഒരു ലഹരിയുണ്ട്. അത് അയാൾക്ക് മാത്രം സ്വന്തമാണ്. ഒരുപക്ഷെ അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് ചില കാര്യങ്ങൾ എന്താ അതിന് പറയുന്നത്, ഈ എത്ര ആർട്ടിഫിഷ്യൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയും, എത്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാലും ഒറിജിനലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ല. അതാണ്, അത്രയേ ഉള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു ഡ്രീം പ്രോജക്റ്റ് മഹാഭാരതത്തെ കുറിച്ച്, അത് എങ്ങനെയായിരിക്കും? അത് ഓരോ ക്യാരക്ടർ പോർട്രേഷൻ ആയിരിക്കും? around 55 pages will be there. Okay. Based on that 18 subjects, 18 chapters. പിന്നെ അതിൻ്റെ 2 അല്ലാതും കണക്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ അതിനകത്ത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഇച്ചിരി പോലെ ഒറിജിനൽ മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒറിജിനൽ മഹാഭാരതം എന്ന് പറയുമ്പോൾ പലരും മഹാഭാരതത്തിൻ്റെ അതിന് വേർഷൻസ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ അതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ പോലും മാറ്റാറുണ്ട്. MT സാർ ആണെങ്കിൽ പോലും നോവലല്ലേ, ദേ ആർ ഹാവിങ് ദെയർ റൈറ്റ്സ്, ദേ ആർ റൈറ്റിംഗ് ദ സ്റ്റോറി.
ബേസ്ഡ് ഓൺ സം സബ്ജക്റ്റ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ മഹാഭാരതം എന്ന് പറയുന്നത് 20 അതിനെക്കുറിച്ച് ചെയ്യുമ്പോൾ എൻ്റെ 55 ചിത്രങ്ങൾ ഒരു വളരെ വലിയ ചിത്രങ്ങളായിരിക്കും. ഇതിനകത്ത് എത്ര എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൽ ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിലിംഗ് കാണുമല്ലേ? യെസ്, ഉണ്ടാവും. അതിനകത്ത് ബേസ്ഡ് ഓൺ സം കോൺവെർസേഷൻസ് ഓൾസോ വളരെ ശ്രദ്ധയോടെ ചെയ്യത്തുള്ളൂ. അതങ്ങനെ അത് വിചാരിച്ചിരിക്കുകയാണ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എത്രമാത്രം പറ്റും എന്നുള്ളത് അറിയില്ല. ബാക്കി ദൈവം വിചാരിക്കുന്നതല്ലേ നടക്കത്തുള്ളൂ. ഞാനിവിടെ ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തിൽ ചിത്രം ചെയ്തിരുന്നു, ത്രിപുരസുന്ദരി ഗജേന്ദ്രമോക്ഷം. അപ്പോൾ അത് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ ചെറിയൊരു സ്പേസിലിരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അതും നേരത്തെയുള്ള സ്കെച്ചസ് ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഡയറക്റ്റ് അവിടെ ഇരുന്നുകൊണ്ട് ഭിത്തിയിലങ്ങ് ചെയ്യാല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ അത് വേറെ ഒരു മൊമെന്റ്സ് ആണ്. എങ്ങനെയെങ്കിലും ആ ചിത്രം ഇങ്ങനെ കടന്നു വരില്ലേ നമ്മുടെ ഫിംഗേഴ്സിലൂടെ. അപ്പം അതിനകത്ത് ഇപ്പം ഈ ചില കാര്യങ്ങൾ നമുക്കൊരു റൂൾസും റെഗുലേഷൻസും അല്ലെങ്കിൽ പ്രപ്പോർഷൻ അങ്ങനെയുള്ള കാര്യം ചിലപ്പോൾ കാണത്തില്ല. അപ്പം ഞാനിത് വെറുതെ ഒരു ചിത്രം ചെയ്യാന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഇത്രയൊന്നും നോക്കത്തില്ല, അപ്പം വെറുതെ ചെയ്തങ്ങ് പോകും. അതുപോലെ ചില കാര്യങ്ങളുണ്ടല്ലോ, റൂൾഡ് ബൈ സംബഡി എൽസ്, നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹം. നോക്കട്ടെ. ഈ പെഹ്ലാ തിരങ്ക് ഇപ്പോ ഒരു പക്ഷേ പറയുന്ന പോലെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് ആ രീതിയിലുള്ള ഒരു പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഏതാണ്ട് 5600 പേരെ കണ്ടിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ഹിന്ദിയാണ്, പ്രധാനമായിട്ടും മലയാളീസ് കുറച്ച് അല്ല. അപ്പൊ അത് നോർത്ത് ഇന്ത്യയിൽ ഒന്നുകൂടെ അത് പെട്ടെന്ന് ഒന്ന് ക്യാച്ച് ചെയ്യേണ്ട സാധനമല്ലേ? ആണ്. ബട്ട് ഇപ്പൊ ഇതിനകത്തുള്ള കാര്യം അതിന് വേണ്ടിയുള്ള ഒരു പ്രൊമോഷൻ വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രൊമോഷൻ വർക്ക് ഇപ്പൊ പ്രധാനമായിട്ടും വൺ മാൻ ആർമി. സംടൈംസ് ഐ യൂസ് ടു ഫീൽ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ വർക്ക് ചെയ്തു, ഈ വർക്ക് പുറത്തോട്ട് കൊണ്ടുപോകാൻ നമുക്ക് അതിന് ഇപ്പൊ താങ്കളെ പോലുള്ളവർ അല്ലെങ്കിൽ തത്വമയി TV പോലുള്ള ആൾക്കാർ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്. ഞാൻ അങ്ങയുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ മനസ്സിലുള്ള ഒരു ഡിസയർ പുറത്തു കൊണ്ടുവന്നൊരു ഡിസയർ. യു ആർ സപ്പോർട്ടിങ് മീ ഫോർ ദാറ്റ്. സ്പെഷ്യൽ താങ്ക്സ് ഫ്രം മൈ സൈഡ്. അങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ തൊഴില്ല, മറ്റു വഴികളില്ല. എന്തായാലും ഡിസംബർ 30 ഒരു വർഷം കൂടി കടന്നു പോവുകയാണ്. അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ അവസാന ദിവസത്തിന് തൊട്ട് മുമ്പുള്ള ദിവസം ഒരു ചരിത്ര മുഹൂർത്തം കൂടിയായി മാറുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ചരിത്രത്താളുകളിൽ മറഞ്ഞിരിക്കുന്ന ഇത്തരം സുവർണ നിമിഷങ്ങൾ അത് കലാസൃഷ്ടികളിലൂടെ ആണെങ്കിൽ പോലും പുറത്തു കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. അപ്പൊ അത് നമ്മുടെ പുതു തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അറിയണം, പുതിയ കുട്ടികൾ അറിയണം. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പാഠ്യ പദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളൊരു അഭിപ്രായം കൂടി തത്വമായി മുന്നോട്ട് വെക്കുകയാണ്. കാര്യം വിസ്മരിച്ചു പോകുന്ന ഇത്തരം ചരിത്രങ്ങൾ, കാര്യം ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മളിത് ഒരിക്കലും അറിയത്തില്ല. 1943, അതായത് നമ്മൾ ഇന്നും നമ്മുടെ ഒരു വിശുദ്ധിയോട് കാത്തു സൂക്ഷിക്കുന്നതാണ് നമ്മുടെ ദേശീയ പതാക. അപ്പൊ ആ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ്, ആരാണ്, എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ഇന്നും നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഭാരതം പോലുള്ള രാജ്യത്ത് പക്ഷെ അത് കൃത്യമായി മനസ്സിലാക്കിയ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ വലിയൊരു ഇവന്റ് ആക്കി മാറ്റി. അല്ലേ? 2018 അൺഫോർഗറ്റബിൾ ഇവന്റ്. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഇതേപോലെ വലിയൊരു മനുഷ്യൻ വരുന്നു, വളരെ ഗംഭീരമായിട്ട്. എന്തുകൊണ്ടാണ് ഈ തിരങ്ക പോലുള്ള ഒരു സാധനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലോട്ട് കൊണ്ടുപോകാത്തത്? ഒരു പക്ഷെ മേ ബി അദ്ദേഹം ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇനി ആരെങ്കിലും വഴി അദ്ദേഹത്തിലോട്ട് എത്തിയാൽ സന്തോഷം, ഈ ഒരു പാട്ടെങ്കിലും എത്തിയാൽ ഭയങ്കര സന്തോഷം. കാരണം ഇത് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാർ വിചാരിച്ചാലേ ഇത് വരത്തുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു പാട്രിയോട്ടിക് സോങ് ചെയ്യുന്നത്. ഐ മീൻ റിഗാർഡിംഗ് ദിസ് ഫസ്റ്റ് ട്രൈ കളർ ഹോസ്റ്റഡ് ബൈ നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ബേസ്ഡ് ഓൺ ദാറ്റ് പോയിന്റ്, ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം somebody is doing a micro movie film song. പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ മറ്റുള്ളവർക്കിലേക്കുണ്ട്, നമ്മൾ തനിയെ വെക്കില്ലല്ലോ. അല്ല, ഇപ്പം മോദിജി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമാണ് ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ചയാകുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു സംഭവം കൂടെ അതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടി വരുമ്പോൾ ഒരു വലിയ സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. എന്തായാലും താങ്കൾ എടുത്ത ഈ ഒരു വലിയ എഫേർട്ടിന് എല്ലാവിധ ആശംസകളും. തുടർന്നും താങ്കളുടെ പന്ഥാവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശക്തി ജഗദീശ്വരൻ അങ്ങേക്ക് നൽകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ ഓൾസോ. താങ്ക് യു.